ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ ഒരുപാട് സാധ്യതകളുണ്ട്, ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. പക്ഷെ ഒന്നിൻ്റെയും ഫലം അനുഭവിക്കാൻ കഴിയുന്നില്ല. തലമുറയുണ്ട്, യാതൊരു പ്രയോജനമില്ല, ഗുണമില്ല. ജോലിയുണ്ട്, പക്ഷേ വരുമാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യമുണ്ട്, പ്രയോജനമില്ല. ഇങ്ങനെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുള്ളപ്പോൾ തന്നെ കുടുംബമുണ്ട്, ബന്ധങ്ങളുണ്ട്, പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ട്, പക്ഷെ അതുകൊണ്ട് പ്രയോജനം വരുന്നില്ല. ഇങ്ങനെ പോകുന്ന കുറേ വ്യക്തികളുണ്ട്. ഇങ്ങനെയുണ്ട്, എല്ലാം ഉണ്ട് അനുകൂലമായിട്ട്, പക്ഷേ ഒന്നിൻ്റെയും ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഈ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് ആ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് വരുത്തുവാനായി ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സകല അനുകൂല ഘടകങ്ങളും ഫലമുളവാക്കാൻ പോകുന്നു. ദൈവികമായൊരു ഫലം ഉണ്ടായിരിക്കും. അതിനുവേണ്ടി ഈ സന്ദേശം ദൈവം നൽകി തരുന്നു. ആമേൻ. 1-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ മുറുകെ പിടിക്കുന്ന ദൈവത്തിൻ്റെ മക്കൾ അവർ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നു. യേശു ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നു, ഒരു അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വന്നിട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഇലയുണ്ട്, പക്ഷെ അതിനകത്ത് ഫലമില്ല. ആ അത്തി ഉണങ്ങിപ്പോയി. പിന്നീട് കർത്താവ് പറഞ്ഞു, ഇനി ഒരിക്കലും നിന്നിൽ ഒരു ഫലം ഉണ്ടാകാതിരിക്കട്ടെ. ഫലം ഉണ്ടാകുമ്പോൾ ആവശ്യമുള്ളപ്പോഴല്ലേ നമുക്ക് വേണ്ടത്. നമ്മൾ പറയും, നമ്മുടെ മക്കൾ എപ്പോഴാണ് നമ്മളെ സഹായിക്കേണ്ടത്? നമുക്ക് വയ്യാതെ വരുമ്പോഴല്ലേ നമ്മളെ സഹായിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴാണ് നമ്മളെ സഹായിക്കേണ്ടത്? നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, പ്രിയപ്പെട്ടവർ, സുഹൃത്തുക്കൾ എപ്പോഴാണ് നമ്മളെ സഹായിക്കേണ്ടത്? സഹായിക്കേണ്ട ഒരു ഘട്ടമുണ്ട്. അപ്പോൾ വേണം. യേശു നോക്കിയപ്പോൾ വൃക്ഷത്തിൽ ഫലമില്ല, ഒരിക്കലും ഉണ്ടാകാതെ പോകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേരോടെ ഉണങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ദൈവം നോക്കുകയാണ് ഫലങ്ങൾ. ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ദൈവം വെച്ച ഒരു അനുഗ്രഹമാണ് നിങ്ങൾ ഫലഭൂഷ്ടിയുള്ളവർ, സന്താന സമൃദ്ധിയുള്ളവരായി നിറയണം എന്നാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26 മുതൽ 28 വരെ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത്. സന്താന സമൃദ്ധി എന്ന് പറഞ്ഞൊരു ഫലമാണ്. ചിലർക്ക് തലമുറയില്ല, ആ ഫലം അനുഭവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നു. തലമുറയെ ദൈവം നൽകാൻ ആഗ്രഹിക്കുന്നു. തലമുറയിലൂടെയുള്ള നന്മ നൽകി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ആണത്. നിങ്ങൾ തലമുറയുള്ളവരാകണം. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച ദൈവം നൽകിത്തരും. ദൈവം തുറക്കും. ഹല്ലേലൂയ. ആരോഗ്യം ദൈവം നൽകിത്തരും. വാഗ്ദത്തങ്ങൾ ദൈവം വിശ്വസ്തനാണ്. തലമുറയുടെ നന്മ കാണാൻ കഴിയാതെ, തലമുറയാകുന്ന നന്മ കാണാൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ട്. തലമുറ ലഭിച്ചു, എന്നാൽ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, പക്ഷേ നന്മ ലഭിക്കുന്നില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം ആ സ്ഥിതിക്ക് ഒരു മാറ്റം വരുത്തും. നിങ്ങളുടെ തലമുറ പുരാതന ശൂന്യങ്ങളെ പണിയുന്ന, വാഗ്ദത്തങ്ങളെ ഭവനത്തിൽ വിളിച്ചുകൊണ്ടുവരുന്ന, ദൈവപ്രവൃത്തിയെ കൊണ്ടുവരുന്ന തലമുറയായി ഫലമുള്ളവരായി മാറുമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ആമേൻ പറഞ്ഞു. ആമേൻ. ഏത് സ്ഥിതിയിലൂടെ ആണ് ഇന്ന് അവർ കടന്നു പോകുന്നതെങ്കിലും ദൈവത്തിന് അതിന് മാറ്റം വരുത്താൻ പറ്റും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഒരു പിതാവ് വീട്ടിൽ നിന്നിറങ്ങിപ്പോയ ഇളയ മകനെ കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നുണ്ട്. മുടിയനായ പുത്രൻ എന്നൊക്കെയാണ് നമ്മൾ അവനെ വിളിക്കുന്നത്, ആ മകനെ. പക്ഷെ ആ പിതാവ് എന്നും കാത്തിരിക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം ആ മകൻ തിരിച്ചു വരുമ്പോൾ പിതാവ് ദൂരത്ത് അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അപ്പന് മനസ്സിലായില്ല, മകന് മനസ്സിലായില്ല. പിതാവ് കാത്തിരിക്കുക. നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലമുണ്ട്. തലമുറയെക്കുറിച്ചുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതെ വഴിവിട്ടു പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കാത്തിരിക്കണം. നിങ്ങളെ പ്രതീക്ഷ മാറ്റണ്ട. ദൈവം മടക്കി കൊണ്ടുവരും. തലമുറയുടെ നന്മ നിങ്ങൾ അനുഭവിക്കും. ഹല്ലേലൂയ. ദൈവം നിങ്ങളുടെ കുടുംബത്തിലെ ഫലങ്ങൾ, അത് ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, ആമേൻ, മാതാപിതാക്കളാകട്ടെ, കുടുംബത്തിനകത്തുള്ള ഫലങ്ങൾ ദൈവം നിങ്ങൾക്ക് നൽകി തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ജോലി, നിങ്ങൾക്ക് വരുമാനം, സാമ്പത്തികമായിട്ടുള്ള നന്മകൾ ദൈവം നൽകി തരാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വന്നാൽ അവരെ വെറുതെ അയക്കാതെ, അവരുടെ ആവശ്യങ്ങളെ പരിഗണിച്ചും അവരെ സഹായിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തും അയക്കാൻ ദൈവം നിങ്ങൾക്കൊരു ഫലസമൃദ്ധി തരും.
ഹല്ലേലൂയ, ആമേൻ. നിങ്ങളുടെ വറുതികൾ മാറും. ചില ഒത്തിരി വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഒന്നും മിച്ചമില്ല. ദൈവം ഇന്ന് ആ കെട്ടിനെ അഴിക്കും. ഹല്ലേലൂയ. യിരെമ്യാവിന്റെ പ്രവചനത്തിൽ എഴുതിയിരിക്കുന്നത് 17-ാം അധ്യായം 8-ാം വാക്യം. യിരെമ്യാ പ്രവചനം 17-ാം അധ്യായം 8-ാം വാക്യം. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു, ആറ്റരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെയാകും. ഉഷ്ണം തട്ടുമ്പോൾ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ചയുള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിച്ചേ, യഹോവ തന്നെ ആശ്രയമായിരിക്കുന്നവൻ എത്ര ഉഷ്ണം തട്ടിയാലും വാടിപ്പോകില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പക്ഷേ നാളുകളായിട്ട് ശാപശക്തികൾ പിന്തുടരുന്നുണ്ടായിരിക്കാം. ഒരു വലിയ രോഗത്തിൻ്റെ കൊടുങ്കാറ്റ്, ഒരു പകർച്ചവ്യാധിയുടെ കൊടുങ്കാറ്റ് നിങ്ങളുടെ കുടുംബത്തെ ആകെ ഒലിച്ചിട്ടുണ്ടായിരിക്കും. ചില ഭിന്നതകളും ചില ഭിന്നസ്വരങ്ങളും ഭവനത്തിനകത്ത് അസ്വാരസ്യങ്ങളുമായി മാതാപിതാക്കളും മക്കളുമായി സ്വരച്ചേർച്ചയില്ലാത്ത നിലവാരത്തിൽ അതിൻ്റെ സന്തോഷവും നന്മകളും ഫലങ്ങളും നഷ്ടമായ കുടുംബമായിരിക്കാം. ഹല്ലേലൂയ. സന്തോഷത്തോടും സുഖത്തോടും ജീവിക്കേണ്ട കുടുംബത്തിൻ്റെ പരിപാവനമായ ബന്ധം നഷ്ടപ്പെട്ട അനുഭവത്തിലായിരിക്കാം. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നു, ദൈവം നിങ്ങളുടെ കുടുംബത്തെ നനവുള്ള തോട്ടം പോലെയാക്കും. ഉഷ്ണകാലത്ത് വാടിപ്പോകാത്ത ഇല പോലെ ദൈവം നിങ്ങളുടെ കുടുംബത്തെ നിർത്തും. യെശയ്യാപ്രവചനം 58-ാം അധ്യായം 11-ാം വാക്യം. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ് പോലെയാകും. ആമേൻ പറഞ്ഞു. എൻ്റെ കുടുംബത്തിനകത്ത് കർത്താവ് അത് ചെയ്യട്ടെ. ഹല്ലേലൂയ. 92-ാം സങ്കീർത്തനം 14-ാം വാക്യം. വാർദ്ധക്യത്തിലും അവർ പുഷ്ടി വെച്ചും പച്ച പിടിച്ചു വരിക്കും, അവർ ആലയത്തിൽ വസിക്കും. ഹല്ലേലൂയ. അഗതി മന്ദിരത്തിൽ വസിക്കുന്നല്ല, ആലയത്തിൽ വസിക്കും. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ മാതാപിതാക്കൾ, അവർ സന്തോഷ സമൃദ്ധിയുള്ളവരാകും. അവർ ദൈവസാന്നിധ്യം അനുഭവിക്കും. ഹല്ലേലൂയ. 128-ാം സങ്കീർത്തനം മുഴുവൻ നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ദൈവം തരുന്ന അനുഗ്രഹമാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും, നിന്റെ കുടുംബത്തിലുള്ളവർ അനുഗ്രഹിക്കപ്പെടും. ഈ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ തലമുറ, നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വരുമാനം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ ആത്മീയ ജീവിതം ഫലം നിറഞ്ഞതായി മാറും. ഹല്ലേലൂയ. ഫലമുള്ളതായി മാറും. ഞാൻ നിങ്ങൾക്ക് കൂടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്താൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് ഫലം തരാൻ പോകുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ, നിന്റെ മക്കളുടെ ഫലത്തെ നശിപ്പിച്ച് കളയുന്ന സകല ദുഷ്ടശക്തികൾ മാറിപ്പോകട്ടെ. തുള്ളനും പച്ചപ്പുഴും വിട്ടിലും വെട്ടുക്കളെയും കാർന്ന് തിന്നു കളഞ്ഞ നിന്റെ മക്കളുടെ ഫലത്തെ കർത്താവേ, അത് മാറി നിന്റെ മക്കൾക്ക് ഒരു വലിയ മടങ്ങി വരവ് നൽകി ആ സംവത്സരങ്ങൾക്കും ആ നഷ്ടപ്പെട്ട നന്മകൾക്കും പകരം നൽകാൻ പോകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ദൈവികമായ സകല സമൃദ്ധിയും ഉണ്ടാകട്ടെ. ആ കുടുംബത്തിൻ്റെ അകത്തെ ബന്ധങ്ങൾ കർത്താവെ സന്തോഷമുള്ള ബന്ധങ്ങളായി മാറട്ടെ. എല്ലാ ഭിന്നതകളും മാറിപ്പോകട്ടെ. ആത്മീയമായ വലിയൊരു ആനന്ദം ഉണ്ടാകട്ടെ. കർത്താവെ, ആരോഗ്യത്തിൻ്റെ ആ ഫലം കർത്താവെ, സമ്പത്ത് ദൈവം നൽകുന്നതിൻ്റെ അതിൻ്റെ പ്രയോജനം നിന്റെ മക്കളുടെ കുടുംബത്തിലുണ്ടാകട്ടെ. നാല് വഴിക്കുമായി പോകുന്ന നാനാവിധമാക്കി കളയുന്ന എല്ലാ ശത്രുവിൻ്റെ ശക്തികളും മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ നന്മകൾ നിലനിൽക്കട്ടെ. വാരി വിതറി കൊടുക്കുവാനുള്ള സമൃദ്ധി ഉണ്ടാകട്ടെ. സ്ഥിതികൾക്ക് മാറ്റം വരട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. നനവുള്ള തോട്ടം പോലെ ആകട്ടെ. വറ്റാത്ത ഉറവകൾ തുറക്കട്ടെ. അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ. ആമേൻ. തീർച്ചയായും കർത്താവ് അത്ഭുതം ചെയ്യും. നിങ്ങൾ കർത്താവിൽ ആഴമായി വിശ്വസിക്കുക. ദൈവം നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പ്രോസ്പെറസ് ഡേ.